കുരിശിൽ മരിക്കുന്നവർക്ക് രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ആ കുരിശിൽ കിടന്നഴുകും, അല്ലെങ്കിൽ ബെന്നിമ്നോ താഴ്വരയിൽ വലിച്ചെറിയപ്പെടും. അപ്പോഴാണ് യെശയ്യായുടെ തിരുവെഴുത്ത് നിറവേറ്റുവോളം അരിമത്ഥ്യക്കാരൻ ജോസഫ് എന്ന ശിഷ്യനെ സ്വർഗമുണർത്തുന്നത്. സെനദ്രിൻ സംഘത്തിൻ്റെ അംഗമെന്ന നിലയിൽ ജോസഫ് ക്രൂശീകരണത്തിൽ പ്രതികൂലിച്ചിട്ടുണ്ടാകണം. ഭൂരിപക്ഷം കണക്കിൽ വെച്ച് തനിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ജോസഫിന് മാത്രം കഴിയുമായിരുന്ന കാര്യമാണ് ക്രിസ്തുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങുക എന്നത്. സ്വർഗം ഓരോ സമയത്ത് ഓരോ കാര്യത്തിനായി ഓരോരുത്തരെ കരുതിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ സ്വർഗീയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിരാശനാകാതെ നാം സന്നദ്ധനാണെങ്കിൽ സ്വർഗത്തിൻ്റെ സമയത്ത് തിരുവെഴുത്തിൽ പങ്കുപറ്റുവോളം സ്വർഗീയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സ്വർഗം നമുക്ക് കരുത്തേകും. നിൻ സ്നേഹത്താൽ നിൻ സ്വന്തമാ